Hello dears, welcome back to our Plus One English class. In this class, I am going to give you the answers of some important questions from the lesson The Price of Flowers, written by Praphath Kumar Mukhopadhyay. Please try to write the answers in your notebook. It's an important lesson, a simple story. You can expect one sure question from this story. I am giving you the answers of 4 important questions. Let's move on to the first question. Significance of the title, The Price of Flowers. It's a short answer type question. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാകുന്നതിന് വേണ്ടി ഞാനിതിനെ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. ഈ സ്റ്റോറിക്ക് അതിൻ്റെ ടൈറ്റിൽ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് നൽകിയതിൻ്റെ പ്രാധാന്യം എന്താണ്? ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഹെഡിങ്. അപ്പോൾ സിഗ്നിഫിക്കൻസ് മീൻസ് ഇമ്പോർട്ടൻസ്. ഈ സ്റ്റോറിക്ക് എന്തുകൊണ്ടാണ് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന ടൈറ്റിൽ നൽകിയത്? ലുക്ക് അറ്റ് ദ ആൻസർ. ദ സ്റ്റോറി ഈസ് ആപ്റ്റ്ലി ടൈറ്റിൽഡ് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. നമ്മളൊരു ആൻസർ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ അനുസരിച്ചായിരിക്കണം നമ്മുടെ ആൻസറിൻ്റെ ആദ്യത്തെ സെൻറ്റൻസ്. ഇപ്പോൾ ഇതൊരു 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കൂ. എങ്കിൽ എല്ലാവർക്കും 2 മാർക്സ് ഷുവറാണ്. പിന്നെ ആർക്കാണ് ഒരു 3.5 അല്ലെങ്കിൽ 4 മാർക്സും കിട്ടുന്നത്? അത് നിങ്ങളുടെ ആൻസറിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് ടിപ്പ് ഇതാണ്, നമ്മുടെ സ്റ്റാർട്ടിങ് നന്നായിരിക്കണം. ക്വസ്റ്റ്യൻ അനുസരിച്ച് തന്നെ നിങ്ങൾ ആൻസർ സ്റ്റാർട്ട് ചെയ്യണം. ലുക്ക് ഹിയർ, ദ സ്റ്റോറി ഈസ് ആപ്റ്റ്ലി ടൈറ്റിൽഡ് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. ആപ്റ്റ്ലി മീൻസ് വെരി സ്യൂട്ടബിളി. ഈ സ്റ്റോറിക്ക് വളരെ യോജിച്ചതാണ് ഈ ടൈറ്റിൽ, ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. എ യങ് impoverished girl sacrifices a shilling for flowers to place on her brother's grave. Impoverished means very poor. ഒരു വളരെ പാവപ്പെട്ട കുട്ടി താൻ അധ്വാനിച്ച് നേടിയെടുത്ത ആ ഒരു ഷില്ലിംഗ് തൻ്റെ ബ്രദറിൻ്റെ ഗ്രേവ് മീൻസ് ശവകുടീരം, ശവകുടീരത്തിൽ പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടി ത്യാഗം ചെയ്യുന്നു, സാക്രിഫൈസ് ചെയ്യുന്നു. She could not do anything for her brother who died fighting in the northern frontiers in India. ഇന്ത്യയിൽ നോർത്തേൺ ഫ്രോണ്ടിയർ, ആ നോർത്തേൺ അതിരിൽ ഫൈറ്റിങ്ങിൽ കൊല്ലപ്പെട്ട തൻ്റെ ബ്രദറിന് ഇതിനേക്കാൾ അപ്പുറം ഒന്നും ചെയ്യാൻ ആ കുട്ടിക്ക് കഴിയില്ല. All that she could do was to place some flowers on his grave. ആകെ ഈ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ആ ഗ്രേവിൽ കുറച്ച് പൂക്കൾ വയ്ക്കുക. It was a token of her love. അത് അവളുടെ സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമാണ്. The flower symbolizes her selfless love and sacrifice for her brother. തൻ്റെ ബ്രദറിനോടുള്ള സെൽഫ്ലെസ് ലവും സാക്രിഫൈസും സിംബലൈസ് ചെയ്യുകയാണ് ഈ പൂക്കൾ. ഇറ്റ് അണ്ടർലൈൻസ് ദ ബോണ്ട് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ഇത് സൂചിപ്പിക്കുന്നത് ഹ്യൂമൻ റിലേഷൻഷിപ്പിൻ്റെ ഒരു ബന്ധമാണ്. The flowers are priceless when we consider Maggie's feelings towards her brother. മാഗിക്ക് തൻ്റെ ബ്രദറിനോടുള്ള ആ ഒരു ഫീലിങ്സ് നോക്കുമ്പോൾ ഈ പൂക്കൾ ഒരിക്കലും വിലമതിക്കാനാവാത്തതാണ്. The flowers are priceless. The author has chosen the title from the climax of the story. ഈ സ്റ്റോറിയുടെ അവസാന ഭാഗത്ത് അതിൻ്റെ ക്ലൈമാക്സിൽ നിന്നുമാണ് ഈ ഓഥർ, അതായത് സ്റ്റോറി റൈറ്റർ, അതിൻ്റെ ടൈറ്റിൽ സെലക്ട് ചെയ്തേക്കുന്നത്. Hence, the title of the story is very apt. Hence means so. അതുകൊണ്ട് ഈ ടൈറ്റിൽ വളരെ ആപ്റ്റാണ്, വളരെ സ്യൂട്ടബിൾ ആണ്. Second question, the role of faith and superstition in the story, the price of flowers. The price of flowers എന്ന സ്റ്റോറിയിൽ ഫെയ്ത്തിൻ്റെയും സൂപ്പർസ്റ്റിഷൻ്റെയും റോൾ എന്താണ്? ഫെയ്ത്ത് മീൻസ് വിശ്വാസം, സൂപ്പർസ്റ്റിഷൻ മീൻസ് അന്ധവിശ്വാസം. അതിൻ്റെ റോൾ എന്താണ് ഈ സ്റ്റോറിയിൽ? ഇൻ ദ സ്റ്റോറി ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്, ഫെയ്ത്ത് ആൻഡ് സൂപ്പർസ്റ്റിഷൻ പ്ലേസ് എ വെരി സിഗ്നിഫിക്കൻറ്റ് റോൾ. ഈ സ്റ്റോറിയിൽ ഫെയ്ത്തിനും സൂപ്പർസ്റ്റിഷനും വളരെ പ്രാധാന്യമുണ്ട്. Maggie's mother had a belief that Indians or yogis have the occult power to look into the ring and guess what the distant person is doing. That's the superstition. മാഗിയുടെ അമ്മ വിശ്വസിച്ചിരുന്നത് ഇന്ത്യൻസ് എല്ലാം യോഗിയാണ്,
അവർക്കൊരു ഒക്കൽട്ട് പവറുണ്ട്. ഒക്കൽട്ട് എന്ന് പറഞ്ഞാൽ ഒരു മാജിക്കൽ പവറുണ്ട്. അതായത് ഈ ക്രിസ്റ്റൽ റിങ്ങിലൂടെ നോക്കിയാൽ അങ്ങ് ഡിസ്റ്റൻറ്റ് പേഴ്സൺ, അതായത് അകലെ ഇരിക്കുന്ന അയാൾ എന്ത് ചെയ്യുന്നുവെന്ന് അവർക്ക് ഗസ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ദ സൂപ്പർസ്റ്റിഷൻ. അതായിരുന്നു അവരുടെ അന്ധവിശ്വാസം. ഷീ ഓൾസോ ബിലീവ്ഡ് ദാറ്റ് India is a country full of snakes, tigers and fevers. അവരുടെ മറ്റൊരു വിശ്വാസം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇവിടെ നിറയെ സ്നേക്സും ടൈഗേഴ്സും ഫീവർ പനി ഉള്ളൊരു രാജ്യമെന്നാണ്. The family wants Gupta to look at the crystal ring and see whether he can find Frank in it. ആ ഫാമിലി മിസ്റ്റർ ഗുപ്തയോട് ഫ്രാങ്ക് എന്ത് ചെയ്യുന്നു എന്ന് ഈ ക്രിസ്റ്റൽ റിങ്ങിലൂടെ നോക്കിക്കാണാൻ ആവശ്യപ്പെട്ടു. Because they believed he is a yogi and he could have some magical power since he is from India, a superstitious country. ബിക്കോസ് അവർ വിചാരിച്ചത് മിസ്റ്റർ ഗുപ്ത ഈ ഒരു സൂപ്പർസ്റ്റീഷ്യസ് കൺട്രിയിലെന്നായതുകൊണ്ട് അയാൾക്ക് കുറച്ച് ഒക്കൽട്ട് പവർ, മാജിക്കൽ പവർ കാണുമെന്നാണ്. The Western misconception of India is revealed through the words of Maggie and Mrs. Clifford on many occasions. മാഗിയുടെയും മിസ്സിസ് ക്ലിഫോർഡിൻ്റെയും വാക്കുകളിലൂടെ ഇന്ത്യയെക്കുറിച്ച് വെസ്റ്റേൺ കൺട്രിക്കുള്ള ആ ഒരു മിസ്കൺസെപ്ഷൻ, മിഥ്യാധാരണ റിവീൽ ചെയ്യപ്പെടുന്നു. റിവീൽ ചെയ്യുക മീൻസ് വെളിവാകുന്നു. ഫ്രാങ്ക് ഈസ് ഓൾസോ സൂപ്പർസ്റ്റീഷ്യസ്. That's why he sent the crystal ring to his mother. ഫ്രാങ്കും സൂപ്പർസ്റ്റീഷ്യസ് ആണ്. അതുകൊണ്ടാണ് തൻ്റെ അമ്മയ്ക്ക് ഈ ക്രിസ്റ്റൽ റിംഗ് സെൻഡ് ചെയ്ത് കൊടുത്തത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. എന്നോട് മറ്റൊരു വീഡിയോയിൽ ഒരു കുട്ടി ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യനാണ്, വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെൻഡ് ആൻഡ് സെൻറ്റ്? SEND ആൻഡ് SENT. SEND മീൻസ് സെൻഡ്, അയക്കുക. SENT പാസ്റ്റ് ടെൻസ് ആണ്, അയച്ചു എന്നാണ് അർത്ഥം. Maggie requested Mr. Gupta to look into the crystal ring and tell her mother that Frank was alive and well, even if he saw nothing in the crystal ring. ഈ സ്റ്റോറിയിൽ ഫെയ്ത്തിൻ്റെയും സൂപ്പർസ്റ്റിഷൻ്റെയും റോള് തെളിയിക്കുന്ന ആ ഒരു ഇൻസിഡൻ്റാണ് ഇവിടെ മാഗി മിസ്റ്റർ ഗുപ്തയോട് ക്രിസ്റ്റൽ റിംഗ് നോക്കി തൻ്റെ അമ്മയോടൊരു കള്ളം പറയാൻ ആവശ്യപ്പെടുകയാണ്. അത് നോക്കി താൻ ഒന്നും കണ്ടില്ല എങ്കിൽ പോലും ഫ്രാങ്ക് ജീവിച്ചിരിക്കുന്നു എന്നൊരു കള്ളം പറയാൻ ആവശ്യപ്പെടുന്നു. ആ വാക്കിൻ്റെ വില, ആ പറയുന്നതിൻ്റെ വിലയാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. Mr. Gupta didn't want to hurt her superstitious beliefs and therefore he made a false attempt to tell a lie by saying that he is safe and alive. This made Mrs. Clifford to recover from her illness. മിസ്റ്റർ ഗുപ്ത അവരുടെ സൂപ്പർസ്റ്റീഷ്യസ് ബിലീവ്സ്, അവരുടെ അന്ധവിശ്വാസത്തെ ഹേർട്ട് ചെയ്യാൻ, മുറിവേൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് അയാളൊരു ഫോൾസ് അറ്റംപ്റ്റ് നടത്തുകയാണ്. ഒരു അറ്റംപ്റ്റ്, അതായത് മിസ്റ്റർ ഫ്രാങ്ക് ഹീസ് സേഫ് ആൻഡ് അലൈവ്, അയാൾ സേഫാണ്, അലൈവാണ്, ജീവിച്ചിരിക്കുന്നു. ദാറ്റ് മെയ്ഡ് മിസ്സിസ് ക്ലിഫോർഡ് ടു റിക്കവർ ഫ്രം ഹർ ഇൽനെസ്. ആ ഒരു ചെറിയൊരു കള്ളം അല്ലെങ്കിൽ ആ ഒരു വാക്ക് മിസ്സിസ് ക്ലിഫോർഡിനെ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ആ ഒരു വിഷമകരമായ ആ ഒരു ഇൽനെസ്, ആ ഒരു ഡിപ്രസ്ഡ് ആയിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും കുറച്ചൊന്ന് റിക്കവർ ചെയ്യാൻ അവരെ സഹായിച്ചു. സോ ദാറ്റ്സ് ദ റോൾ ഓഫ് ഫെയ്ത്ത് ആൻഡ് സൂപ്പർസ്റ്റിഷൻ ഇൻ ദ സ്റ്റോറി ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. Let's move on to the third question, the critical review of the story, The Price of Flowers. How can we write a review of a story? ഒരു സ്റ്റോറിയുടെ റിവ്യൂ നമുക്ക് എങ്ങനെ എഴുതാം? നിങ്ങൾ ആ വീഡിയോ കണ്ടിരിക്കും, ഹൗ ടു റൈറ്റ് എ റിവ്യൂ. കണ്ടിട്ടില്ല എങ്കിൽ വീണ്ടും കാണുക. ഏതൊക്കെ കാര്യങ്ങളാണ് ഒരു റിവ്യൂ എഴുതുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതെന്നതിനെ കുറിച്ചായിരുന്നു ആ വീഡിയോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇവിടെ ലിങ്ക് മുകളിലും തന്നിട്ടുണ്ട്. ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക. അതുപോലെ മറ്റൊരു റിവ്യൂ നിങ്ങൾ എഴുതി കഴിഞ്ഞു, റിവ്യൂ ഓഫ് ദ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അതിൻ്റെ ആൻസറും ഇതിൻ്റെ ഒരു റിവ്യൂ റൈറ്റിങ്ങിൻ്റെ സാമ്പിൾ ആൻസറായിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടിരിക്കും. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ആൻസർ. The Price of Flowers is an excellent story written by the famous Bengali writer Prabhat Kumar Mukhopadhyay. ഈ സ്റ്റോറി ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ഒരു എക്സലൻറ്റ് സ്റ്റോറിയാണ്. അത് എഴുതിയത് ബംഗാളി റൈറ്ററായ പ്രഭാത് കുമാർ മുഖോപാധ്യായ്.
The main theme of the story is the sacrificing love of a girl for her brother who died in the northern frontiers of India. ഈ സ്റ്റോറിയുടെ മെയിൻ തീം ഇന്ത്യയുടെ നോർത്തേൺ ഫ്രോണ്ടിയറിൽ ഫൈറ്റിങ്ങിൽ മരിച്ച തൻ്റെ ബ്രദറിനോടുള്ള ഒരു കുട്ടിയുടെ സ്നേഹമാണ്. ദ അതർ തീംസ് ആർ ഹാർഡ്ഷിപ്സ് ഓഫ് ദ പുവർ, ദ ഡേഞ്ചേഴ്സ് ഓഫ് വാർ, unfulfilled desires, dreams of ordinary people and superstitions. മറ്റ് തീംസ് എന്ന് പറയുന്നത് ഹാർഡ്ഷിപ്സ് ഓഫ് ദ പുവർ, പാവപ്പെട്ട ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ, ദ ഡേഞ്ചേഴ്സ് ഓഫ് വാർ, വാറിൻ്റെ ഡേഞ്ചേഴ്സ്, അൺഫുൾഫിൽഡ് ഡിസയേഴ്സ്, പൂർത്തീകരിക്കാനാവാത്ത ആഗ്രഹങ്ങൾ, ഡ്രീംസ് ഓഫ് ഓർഡിനറി പീപ്പിൾ ആൻഡ് സൂപ്പർസ്റ്റിഷ്യൻസ്. സൂപ്പർസ്റ്റിഷ്യൻസ് ഞാൻ നേരത്തെ പറഞ്ഞു, അന്ധവിശ്വാസങ്ങൾ. നെക്സ്റ്റ് പാരഗ്രാഫ്. ദ സ്റ്റൈൽ ഓഫ് നറേഷൻ ഈസ് വെരി സിമ്പിൾ. ഈ ഒരു നറേറ്റ് ചെയ്യുന്ന, അതായത് സ്റ്റോറി ടെല്ലിംഗ്, ആ ഒരു സ്റ്റൈല് വളരെ സിമ്പിളാണ്. There are simple dialogues among the three main characters, Maggie, her mother and Mr. Gupta. ഈ സ്റ്റോറിയിൽ ഇവർ മൂന്ന് പേരും തമ്മിലുള്ളൊരു ഡയലോഗാണ്, നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ദ ലാംഗ്വേജ് യൂസ്ഡ് ഈസ് വെരി ഈസി ടു കോംപ്രിഹെൻഡ്. കോംപ്രിഹെൻഡ് മീൻസ് അണ്ടർസ്റ്റാൻഡ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജാണ്. വെരി ഈസി ടു കോംപ്രിഹെൻഡ്. ദ വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ് യൂസ്ഡ് ഹാവ് എ സ്ട്രോങ് ഇംപ്രിൻറ്റ് ഓൺ അവർ മൈൻഡ്സ്. ഈ സ്റ്റോറിയിൽ യൂസ് ചെയ്തേക്കുന്ന വേർഡ്സും എക്സ്പ്രഷൻസും എല്ലാം നമ്മുടെ മനസ്സിൽ ഇംപ്രിൻ്റ് ആവുകയാണ്, അത് പതിഞ്ഞു പോവുകയാണ്, പ്രിൻ്റ് ചെയ്യുന്നത് പോലെ ആവുകയാണ്. ദ ലൊക്കേഷൻ ഓഫ് ദ സ്റ്റോറി ഈസ് ലണ്ടൻ ഇൻ ദ ബിഗിനിങ്, ബട്ട് ഇൻ ദ എൻഡ് വി സീ ദ നറേറ്റർ പ്ലേസിംഗ് സം ഫ്ലവേഴ്സ് അറ്റ് ദ ഗ്രേവ് ഓഫ് ഫ്രാങ്ക്, ദ ബ്രദർ ഓഫ് മാഗി അറ്റ് ഫോർട്ട് മൺറോ. അപ്പോൾ ഒരു റിവ്യൂ എഴുതുമ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ സ്റ്റോറിയെക്കുറിച്ചും അതിൻ്റെ ആ ടൈറ്റിലിനെ കുറിച്ച്, റൈറ്ററിനെ കുറിച്ച്, തീമിനെ കുറിച്ച് എഴുതി. സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ എഴുതിയത് അതിൻ്റെ സ്റ്റൈൽ ഓഫ് നറേഷൻ, ലാംഗ്വേജ്, ലൊക്കേഷൻ. ഓക്കെ, ഈ സ്റ്റോറിയുടെ ബിഗിനിങ് ലൊക്കേഷൻ ലണ്ടൻ ആയിരുന്നു. എന്നാൽ ആ സ്റ്റോറി എൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ലൊക്കേഷൻ മാറുന്നുണ്ട്. മിസ്റ്റർ ഗുപ്ത ഫ്രാങ്കിൻ്റെ ഗ്രേവ് വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ദാറ്റ് ഈസ് അറ്റ് ഫോർട്ട് മൺറോ. നെക്സ്റ്റ് പാരഗ്രാഫ്. The characterization is superb. Characterization superb-ആണ്. The character of Maggie is drawn in an exemplary manner. Exemplary means വളരെ സൂപ്പർബായിട്ട്, അതായത് നമുക്ക് വർണ്ണിക്കാനാവാത്ത വിധം മാഗിയുടെ ക്യാരക്ടറിനെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഈ ലോങ് ആൻസേഴ്സ് എഴുതുമ്പോൾ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയാസ്, ആ വേർഡ്സ് നിങ്ങൾ ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യുക. നിങ്ങൾ അണ്ടർലൈൻ ചെയ്തേക്കുന്നത് വാല്യൂ ചെയ്യുന്ന ടീച്ചേഴ്സ് കണ്ടിട്ട് നിങ്ങളുടെ മാർക്ക് കൂടാനത് സാധിക്കും. Every minute details about her physical attributes bring her alive in the eyes of the readers. Physical attributes. Attributes means qualities. അങ്ങനെയുള്ള ഓരോ ക്വാളിറ്റീസിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോൾ വായിക്കുന്ന ആൾക്കാരുടെ കണ്ണിൽ മാഗി ഇന്നും ജീവിച്ചിരിക്കുന്നത് പോലെ തോന്നും. ഷീ ഈസ് എ ഗേൾ ഓഫ് 13 years with large sad eyes. Her mother, Mrs. Clifford, is an ailing lady who believes in superstitions. മാഗിയുടെ അമ്മ ഒരു എയിലിംഗ് ലേഡി, ദാറ്റ് മീൻസ് സുഖമില്ലാത്തൊരു ലേഡിയാണ്. And she believes in superstitions. She wants to know about her son who is employed in the army in India. Another powerful character is Mr. Gupta, who is a kind man with a heart of helping mentality. ഈ സ്റ്റോറിയിലെ മറ്റൊരു ക്യാരക്ടറാണ് മിസ്റ്റർ ഗുപ്ത. ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയുള്ള ഒരു കൈൻഡ് മാൻ, ഒരു ദയവുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ ഈ പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞത് ക്യാരക്ടറൈസേഷനെ കുറിച്ചാണ്. ഓരോ ക്യാരക്ടേഴ്സിനെയും കുറിച്ചുള്ള വളരെ ബ്രീഫായിട്ടുള്ള കാര്യം പറഞ്ഞു. നെക്സ്റ്റ് പാരഗ്രാഫ് അബൌട്ട് ദ ഡയലോഗ്സ്. ദ ഡയലോഗ്സ് ആർ ഷോർട്ട് ആൻഡ് സ്വീറ്റ്. There are no lengthy and complicated dialogues. The opening and ending of the story are equally good and interesting. The ending of the story leaves tears in the eyes of the readers. On the whole, The Price of Flowers is a very touching story told by a fine storyteller. On the whole,
നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോറി പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ടച്ചിങ് സ്റ്റോറിയാണ്. ദാറ്റ് ഈസ് ടോൾഡ് ബൈ എ ഫൈൻ സ്റ്റോറി ടെല്ലർ. നല്ലൊരു സ്റ്റോറി ടെല്ലർ പറഞ്ഞ നല്ലൊരു ടച്ചിങ് സ്റ്റോറി. റിവ്യൂ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. റിവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറിയുടെ സമ്മറി എഴുതുന്നതല്ല, അതിൽ ഓരോ എലമെൻസിനെയും കുറിച്ച് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ആ സ്റ്റോറിയുടെ റിവ്യൂ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാഗി. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരാളുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാറുണ്ട്. ഈ ലെസൺ ബേസ് ചെയ്ത് മാഗിയുടെ ക്യാരക്ടർ സ്കെച്ചോ മിസ്റ്റർ ഗുപ്തയുടെ ക്യാരക്ടർ സ്കെച്ചോ ചോദിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ മാഗിയുടെ മദറിൻ്റെ ക്യാരക്ടർ സ്കെച്ചും ചോദിക്കാം. നമ്മളീ പഠിച്ച പോയിൻറ്റ്സിൽ നിന്നും ഇതിൽ ആരെക്കുറിച്ച് ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ലെറ്റ്സ് ഗോ ത്രൂ ദ ആൻസർ. Maggie, an impoverished girl, is the central character in the story The Price of Flowers, written by Praphath Kumar Mukhopadhyay. ഒരാളുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ അയാളെക്കുറിച്ചുള്ള ഏറ്റവും നല്ലൊരു ക്വാളിറ്റി, ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് നിങ്ങൾ ശ്രദ്ധിക്കുക. Her full name is Alice Margaret Clifford. She is a 13 years old English girl with large eyes filled with sadness. When she is introduced in the story, we find her wearing poor clothes, showing that she belongs to an impoverished family. ഈ സ്റ്റോറിയുടെ ആദ്യത്തെ ഭാഗത്ത് തന്നെ മാഗി വളരെ പുവർ ക്ലോത്ത്സൊക്കെയാണ് ധരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. That shows she belongs to an impoverished family. Impoverished family, ഞാൻ നേരത്തെ പറഞ്ഞു, വെരി പുവർ, വളരെ പാവപ്പെട്ടൊരു വീട്ടിലെ കുട്ടിയാണെന്ന് അവളുടെ ഡ്രസ്സ് കണ്ടാൽ നമുക്ക് അറിയാം. She works in a shop in Lambeth and goes to a restaurant only on Saturdays when she gets her salary. ലാംബത്തിലെ ഒരു ഷോപ്പിലാണ് മാഗി വർക്ക് ചെയ്യുന്നത്. സാറ്റർഡേസിൽ സാലറി കിട്ടുന്ന ദിവസം മാത്രമാണ് റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോകുന്നത്. മാഗി ഈസ് എ ഹാർഡ് വർക്കിംഗ് ഗേൾ. ഷീ ലീവ്സ് വിത്ത് ഹർ ഓൾഡ് മദർ ഇൻ എ സ്മോൾ ഹൗസ്. ഉണ്ടോ, മാഗിയുടെ മറ്റൊരു ക്വാളിറ്റിയാണ് ഹാർഡ് വർക്കിംഗ്. ഹർ ഓൺലി ബ്രദർ ഫ്രാൻസിസ് ഓർ ഫ്രാങ്ക് ഈസ് ഇൻ ദ ആർമി ആൻഡ് ഹീ ഈസ് ഇൻ ഇന്ത്യ. അവളുടെ ഒരേ ഒരു ബ്രദർ ഇന്ത്യയിൽ ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായല്ലോ, ഇത് സിമ്പിൾ സെൻറ്റൻസസ് ആണ്. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ അയാളുടെ ക്വാളിറ്റീസ് നിങ്ങൾ ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യാൻ മറന്നു പോകരുത്. ഷീ സഫേർഡ് എ ലോട്ട് ഫോർ ഹർ ഫാമിലി. ഷീ ഈസ് എ ഡിസിപ്ലിൻഡ് ഗേൾ വിത്ത് പൊളൈറ്റ് മാനേഴ്സ്. വളരെ പൊളൈറ്റ് മാനേഴ്സുള്ള, വിനയ സ്വഭാവമുള്ള ഒരു ഡിസിപ്ലിൻഡ് ഗേൾ. She is not happy with her work in the shop. She says it's a mechanical job. She wanted to do some work that would need some intelligence. അവളുടെ ഇപ്പോഴത്തെ ജോലി അവൾക്ക് ഇഷ്ടമില്ല. അത് പറയുന്നത് ദാറ്റ്സ് എ മെക്കാനിക്കൽ ജോബ്. ടൈപ്പിസ്റ്റിൻ്റെ ജോലി ഒരു മെക്കാനിക്കൽ ജോബാണ്. ബ്രെയിൻ വർക്കുള്ള, കുറച്ചും കൂടെ ഇൻ്റലിജൻസ് യൂസ് ചെയ്യാൻ, ബുദ്ധി യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നല്ലൊരു ജോലിയാണ് അവൾ ആഗ്രഹിക്കുന്നത്. She wants to lead a better life when she gets a better job with her mother. ഒരു ബെറ്റർ ജോലി കിട്ടുമ്പോൾ അമ്മയുമായി ബെറ്റർ ലൈഫ് ലീഡ് ചെയ്യാനാണ് അവൾക്ക് ആഗ്രഹം. ഇറ്റ് ഹൈലൈറ്റ്സ് ഹർ കെയറിങ് നേച്ചർ. ഈ ഒരു സ്വഭാവം അവളുടെ കെയറിങ് നേച്ചറാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഹർ സിമ്പത്തറ്റിക് നേച്ചർ ഈസ് വിസിബിൾ വെൻ ഷീ കെയർസ് ഹർ മദർ. അമ്മയെ കെയർ ചെയ്യുന്നത് കാണുമ്പോൾ അവളുടെ ആ ഒരു സിമ്പത്തറ്റിക് നേച്ചർ നമുക്ക് മനസ്സിലാക്കാം. When her mother is in a critical condition, she tries to work out their superstitious belief, and she even requests Mr. Gupta to tell her mother a lie about her brother so that her mother may feel better by hearing that her son is alive and well in India. അമ്മ ക്രിട്ടിക്കൽ കണ്ടീഷനിലായപ്പോൾ അമ്മയെ രക്ഷിക്കുന്നതിന് വേണ്ടി മിസ്റ്റർ ഗുപ്തയോട് ആവശ്യപ്പെടുന്നു. അവരുടെ ആ ഒരു സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ് ഒന്ന് പരീക്ഷിച്ച് ബ്രദർ ഫ്രാങ്ക് ഇന്ത്യയിൽ ജീവനോട് ഇരിപ്പുണ്ട് എന്നൊരു കള്ളം പറയാൻ അവൾ ആവശ്യപ്പെടുന്നു. ഷീ ഓൾസോ ബിലീവ് ദാറ്റ് ഇന്ത്യ ഈസ് ഫുൾ ഓഫ് ടൈഗേഴ്സ്, സ്നേക്സ് ആൻഡ് ഫീവേഴ്സ്. ക്യാരക്ടറൈസേഷൻ്റെ ലാസ്റ്റ് പാരഗ്രാഫ് ആ ക്യാരക്ടറിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഇവാലുവേഷൻ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. After reading the lesson, I feel that Maggie is a very sweet girl.
She is very loving and caring. ഈ സ്റ്റോറി വായിക്കുമ്പോൾ എനിക്ക് മാഗിയെക്കുറിച്ച് തോന്നുന്ന കാര്യങ്ങൾ ഷീ ഈസ് എ സ്വീറ്റ് ഗേൾ, വെരി ലവിങ് ആൻഡ് കെയറിങ്. ഷീ ഈസ് വെരി ഇമോഷണൽ ടു. The sacrificing nature and brotherly affection can be seen in her decision to give the hard-earned 1 shilling to Mr. Gupta for buying flowers to place on her brother's grave. വളരെ പാടുപെട്ട് നേടിയ ആ 1 ഷില്ലിംഗ് തൻ്റെ ബ്രദറിൻ്റെ ഗ്രേവിൽ ഫ്ലവേഴ്സ് വാങ്ങി വയ്ക്കാൻ മിസ്റ്റർ ഗുപ്തയെ ഏൽപ്പിക്കുമ്പോൾ മാഗിയുടെ ആ ഒരു സാക്രിഫൈസിങ് മെൻറ്റാലിറ്റി നമുക്ക് മനസ്സിലാക്കാം. The selfless love for her family brings tears to our eyes. തൻ്റെ ഫാമിലിക്ക് വേണ്ടിയുള്ള ആ ഒരു സെൽഫ്ലെസ് ലവ് കാണുമ്പോൾ നമ്മുടെ കണ്ണുകൾ ഈറനണിയും. ഷീ ഈസ് വെരി മെച്വേർഡ് ഫോർ ഹെർ ഏജ്. തൻ്റെ പ്രായത്തെക്കാളും വളരെ മെച്യൂരിറ്റി ഉള്ളൊരു ഗേളാണ് ഈ മാഗി. ഹാർഡ് വർക്കിംഗ് ആൻഡ് ഹാർട്ട് റെഞ്ചിങ് മാഗി ഈസ് എ റോൾ മോഡൽ ഫോർ ഓൾ ദ ഗേൾസ് ഓഫ് ഹെർ ഏജ്. ഹാർഡ് വർക്കിങ്ങും ഹാർട്ട് റെഞ്ചിങ്ങുമായ ഈ മാഗി നമ്മുടെ എല്ലാ കുട്ടികൾക്കും ഒരു റോൾ മോഡൽ തന്നെയാണ്. ഹാർട്ട് റെഞ്ചിങ് മീൻസ് വെരി സാഡനിങ്, വളരെ വിഷമം തോന്നിക്കുന്ന, വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഈ മാഗി നമ്മുടെ ഈ എല്ലാ ഗേൾസിനും ഒരു മോഡലാണ്. സോ ദാറ്റ്സ് ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാഗി. മിസ്റ്റർ ഗുപ്തയുടെ അല്ലെങ്കിൽ മാഗിയുടെ മദറിൻ്റെ ക്യാരക്ടർ സ്കെച്ചും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മിസ്റ്റർ ഗുപ്തയുടെ ക്യാരക്ടർ സ്കെച്ചാണെങ്കിൽ നമ്മൾ ഈ പഠിച്ച പോയിൻറ്റ്സിനകത്ത് തന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഈ ലെസൻ്റെ ആൻസേഴ്സ് നിങ്ങൾ കഴിയുന്നതും പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. ഷുവറായിട്ടും ഈ ലെസൺ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ എക്സാമിന് ഉണ്ടായിരിക്കും. ആൻസേഴ്സ് വളരെ ഈസിയല്ലേ? സീ യു സൂൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.